ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ കണ്ടാലോ? ഞങ്ങൾ ഈ ഈസ്റ്റർ വെക്കേഷന് ഞങ്ങൾ പോയത് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലെ കൊക്കനോഫ് എന്ന ഗാർഡനിലേക്കാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ എങ്ങനെ പോകാം, ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവിടെ ഓപ്പണിംഗ് ടൈം എപ്പോഴാണ്, അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. കൂടാതെ ടുലിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ടുലിപ്പ് ഫ്ലവറിനെ കുറിച്ചുള്ള ഒരു ടിപ്പും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഞാൻ അവസാനം പറയാവേ. ടുലിപ്പ് പൂക്കളുടെ ഒരു ഗാർഡനാണ് ഈ കൊക്കനോഫ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഗാർഡൻ 79 ഏക്കേഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ 7 മില്യൺ ഫ്ലവേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ ഈ ഗാർഡൻ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ഒന്നും ഓപ്പൺ ആയിരിക്കത്തില്ല. ഇത് പൂക്കാലം എന്നറിയപ്പെടുന്ന സ്പ്രിംഗ് സീസണിലാണ് ഓപ്പൺ ആകുന്നത്. അതായത് നമ്മുടെ മാർച്ച് പകുതി തൊട്ട് മെയ് പകുതി വരെയാണ് ഓപ്പൺ ആകുന്നത്. 2025 അവർ ഓപ്പൺ ചെയ്തത് മാർച്ച് 20 മുതലാണ്. അത് ഈ മെയ് 11 വരെ ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം അവരത് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. ലാസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് വൈകുന്നേരം 6:15 പക്ഷേ 6:15 ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലെ പൂക്കളും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു 5 to 6 hours വേണം. ഓടിച്ച് കാണാനാണെങ്കിലും ഒരു 3 മണിക്കൂറെങ്കിലും വേണം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ. ഈ കൊക്കനോഫ് ഗാർഡനിൽ ടുലിപ്പ് ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഡാഫോഡിൽസ്, ഹയാസിൻസ് തുടങ്ങിയ ഫ്ലവേഴ്സ് നമുക്കിത് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ നെതർലാൻഡ്സിലെ ടുലിപ്പ് പൂന്തോട്ടം എന്നറിയപ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്യൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒരു ഫീൽഡാണ് വരുന്നത്. അതായത് ഒരു ലൈനിൽ ഒരു കളറ്, അടുത്ത നെക്സ്റ്റ് ലൈനിൽ അടുത്ത കളർ, ആ രീതിയിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ രീതിയിലുള്ള പിക്ചേഴ്സാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ കൊക്കനോഫ് ഗാർഡൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഗാർഡൻ അല്ല. ആ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് വേണ്ട. ഇവിടെ പല നിറത്തിലുള്ള അല്ലെങ്കിൽ പല വിധത്തിലുള്ള പൂക്കൾ ഒരു പ്രത്യേക രീതിയിൽ മാനിക്യൂർ ചെയ്ത് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതാണ് ഇവിടെ ഉള്ളത്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഫീൽഡാണ് നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് വേറെയുണ്ട്. അതിന് പ്രൈവറ്റ് ആയിട്ട് വേറെ ഫീൽഡുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇവിടെ കുറേ ഫൗണ്ടൻസ് ഉണ്ട്. അല്ലാതെ നമ്മുടെ തൂക്കുപാലം, അതായത് അങ്ങനത്തെ ആ തരത്തിലുള്ള ബ്രിഡ്ജസ് ഉണ്ട്. അല്ലാതെ ഫ്ലവർ ഷോ ഉണ്ട്. കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ്സ്, റെസ്റ്റ് റൂം, ഫീഡിങ് റൂം, അങ്ങനെയുള്ള എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവിടെ നമുക്കൊരു 5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ നമുക്ക് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് അത്രയും ടൈം നമ്മൾ ചിലവഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ റെസ്റ്റ് റൂം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ കൊക്കനോഫ് ഗാർഡൻ്റെ ഒരു മാപ്പാണ് നമുക്ക് കിട്ടുന്നത്. അത് എൻട്രൻസിൽ തന്നെ നമുക്ക് കിട്ടും. ആ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ ഈ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണം, അതായത് നമുക്കൊരു പ്ലാൻ ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് സ്ഥലമുണ്ട്, അല്ല ഒരുപോലത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് നമുക്കത് നോക്കി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ അതായത് പണ്ടത്തെ ഒരു മ്യൂസിക്കാണ്. അതായത് പണ്ടത്തെ ഒരു വിൻറ്റേജ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടുള്ള അവർ മ്യൂസിക് വായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് നമുക്ക് അവിടെ കേൾക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ CDs, USB ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിവിടെ വിൻറ്റേജ് ആയിട്ടുള്ള കുറേ കാഴ്ചകളും കാണാൻ പറ്റും കേട്ടോ. കുറേ ഫാം ആനിമൽസിനെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എത്ര കുഞ്ഞു കുട്ടികളെ വരെ നമുക്കിവിടെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ആ കുഞ്ഞു കുട്ടികളെ കിടത്തുന്ന സ്ട്രോളർ, ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ട്രോളേഴ്സ് ആണല്ലോ. സ്ട്രോളർ, വീൽ ചെയേഴ്സ്, അതൊക്കെ കൊണ്ടുപോകുന്ന വിധത്തിലാണ് ഇവർ വഴികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സ്റ്റെപ്പുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളായിട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും സമയം നമുക്ക് നടക്കുമ്പോൾ ഒരു ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങൾ, അതായത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഫീഡിങ് റൂം ഉള്ളത്. ഈ ഇത്ര ഏരിയയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ഫീഡിങ് റൂം, റെസ്റ്റ് റൂം, റെസ്റ്റോറൻറ്റ്, അല്ലാതെ നമുക്ക് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഒരു തൂക്കുപാലം, ഫൗണ്ടെയിനൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. നെതർലാൻഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിൻഡ് മില്ല് എന്ന് പറയുന്നത്.
അപ്പോൾ ആ വിൻഡ് മില്ലിൻ്റെ ഒരു ചെറിയൊരു ഒരെണ്ണം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ വിൻഡ് മില്ലിൻ്റെ മുകളിൽ കയറി നമുക്ക് ചുറ്റും നല്ലപോലെ കാണാൻ പറ്റും. അതിൻ്റെ മേലെ കയറി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോട്ടോസ് പറഞ്ഞപ്പോഴാണ് ഇവിടെ നിറയെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുണ്ട്. നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാം. ബോട്ടിൽ കയറി ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ബോട്ട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റും. അതായത് ഇവിടെ ഒരു ഇതിൻ്റെ കൊക്കനോഫിൻ്റെ സൈഡിൽ തന്നെ ഒരു ഫീൽഡ് ടൈപ്പ് ടുലിപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബോട്ടിങ്, അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ ഫീൽഡിന് ചുറ്റുമായിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റും. അപ്പോൾ ആ ബോട്ടിങ്ങിന് പോകണമെങ്കിൽ ഈ കൊക്കനോഫ് ഗാർഡൻ്റെ ഉള്ളിൽ നിന്നേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ്ങിന് പോയി ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഞങ്ങൾ പക്ഷേ ഇവിടെ ബോട്ടിങ്ങിന് പോയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കൊക്കനോഫ് ഈ ഗാർഡനിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മൾ ഈ നെതർലാൻഡ്സിൽ ഈ ആംസ്റ്റർഡാമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കൊക്കനോഫ് ഗാർഡനിലേക്ക് പോകാൻ നിറയെ ബസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബസ്സെല്ലാം ഷീപ്പോൾ എയർപോർട്ട്, അതുപോലെ ആംസ്റ്റർഡാം സെൻട്രൽ, ഹാർലോം സ്റ്റേഷൻ, അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ നമുക്ക് ബസ്സിൽ പോകാം. അപ്പോൾ ബസ്സാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവർ സൗത്ത് സൈഡിലാണ് ബസ് നിർത്തി തരുന്നത്. നമുക്ക് എൻട്രൻസിലേക്ക് പെട്ടെന്ന് തന്നെ പോകാവുന്നതാണ്. അതല്ല കാറിലാണ് പോകുന്നതെങ്കിൽ സൗത്ത് സൈഡിൽ നോർത്ത് സൈഡിൽ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ ബസ്സിൽ പോകുന്നത് കുറച്ചുകൂടി എനിക്ക് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കയറാൻ പറ്റും. കാരണം ഇപ്പോൾ കാർ പാർക്ക് എന്ന് വെച്ചാൽ വലിയൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കാർ പാർക്കൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് ടൈം ലേറ്റ് ആവും. അപ്പോൾ ബസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഇതിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ ടിക്കറ്റും അതിൻ്റെ ഉള്ളിൽ കൊക്കനോഫ് ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ടിക്കറ്റും നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രാവൽ ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് കൊക്കനോഫ് ഗാർഡൻ കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. കാരണം ഇവരൊരു ദിവസം 45,000 ആളുകളെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കത്തില്ല. അതൊരു ഓപ്ഷനാണ്, നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത്, നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണം, ഫുഡ് വേണം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഫുഡ് കയറ്റുമോ കയറ്റാതിരിക്കുമോ എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട. നമുക്ക് വെളിയിൽ നിന്നുള്ള ഫുഡ് ഇവർ ഉള്ളിൽ കയറ്റും. പിന്നീടുള്ളത്, നമ്മളിവിടെ കാണാൻ പോകുമ്പോൾ മാക്സിമം രാവിലെ തന്നെ കാണാൻ പോവുക. ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം ഇവിടെ തിരക്ക് കൂടും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സ് ചെയ്ത് കാണണമെങ്കിൽ രാവിലെ പോകാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ടുലിപ്പ് ഫീൽഡാണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു 3 ഓപ്ഷൻ പറഞ്ഞു തരാം. ഒന്ന് ദ ടുലിപ്പ് ബാൺ എന്ന് പറയുന്ന ഒരിതാണ്. അത് നമ്മളുടെ ഈ കൊക്കനോഫ് ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ്. 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഒരു ടാക്സി പിടിച്ച് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി നമുക്ക് അവിടെ വലിയ ഫീൽഡൊന്നും അല്ല, നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതായത് ഫീൽഡിൽ ഫോട്ടോസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണത്. രണ്ടാമത്തത് ടുലിപ്പ് എക്സ്പീരിയൻസ് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അവിടെ പോയും ഇതുപോലെ തന്നെ ഫീൽഡാണ്, നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫീൽഡിൻ്റെ ഉള്ളിൽ കൂടി നടക്കണമെങ്കിൽ നടക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ് അല്ലെങ്കിൽ 1 ദിവസത്തെ ട്രിപ്പാണെങ്കിലും നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമല്ലോ. അപ്പോൾ ആ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസ് തന്നെ നമുക്ക് ഒരു ട്രിപ്പ് പോലെ അറേഞ്ച് ചെയ്ത് തരും ഈ പ്രൈവറ്റ് ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ 2-3 സ്ഥലങ്ങളും കൂടി ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് മാത്രം മതിയെങ്കിൽ ഇതും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ പ്രൈവറ്റ് ഫീൽഡിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇനി ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ യൂറോപ്പിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യൂറോപ്പിൽ താമസിക്കുന്നവർ യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഇത് ഞങ്ങളുടെ നെതർലാൻഡ്സ് ട്രിപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കൊക്കനോഫ് ഗാർഡൻ എന്ന് പറയുന്നത്. കാരണം വീഡിയോ ലെങ്തി ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് മാത്രമായിട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ യൂറോപ്യൻ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ വീഡിയോസ് ഇടാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്